നമസ്കാരം, എല്ലാവർക്കും ക്ലാസ്സിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CPO, CPO, IRB എക്സാമുകൾക്ക് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പരീക്ഷ പേടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമായിട്ടില്ല, എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല, മൊത്തം കൺഫ്യൂഷനാണ്, ഇത് പാസ്സാവുമെന്ന് അറിയത്തില്ല, 60 മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോർഷനൊന്നും ആയിട്ടില്ല, സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും എല്ലാ പരീക്ഷയുടെയും അവസാന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നന്നായി പഠിച്ച ആളുകൾക്ക് ഈ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോഴും കയ്യാലപ്പുറത്ത് തേങ്ങയായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, അവസാന നിമിഷമാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നിങ്ങൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റാണ് നോക്കേണ്ടതെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പരീക്ഷ, നമ്മുടെ PSC പരീക്ഷകളാണെങ്കിൽ ഏത് പരീക്ഷകളാണെങ്കിലും നമ്മൾ ചോദ്യങ്ങളെ എപ്പോഴും രണ്ടായിട്ടാണ് തരംതിരിക്കാറ്. കൃത്യമായിട്ടൊരു സെഗ്മെന്റ് ആയിട്ട് തിരിക്കാനൊന്നും പറ്റില്ല. എന്നാലും സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്കുകൾ തിരിക്കുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന കറണ്ട് അഫയേഴ്സ് പോലുള്ളതൊക്കെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും. വലിയ വ്യത്യാസം, എത്ര വ്യത്യാസം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് കാര്യമായ കുഴപ്പം ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് ആ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്. മാത്സ് പോലുള്ള ടോപ്പിക്കൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാറ്റിക് ടോപ്പിക്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. വലിയ ചേഞ്ച് ഒന്നും അതിനകത്ത് കാലാകാലങ്ങളായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആകുന്നു എന്നുള്ളതല്ലാതെ വേറെ മാറ്റമൊന്നും ഇപ്പോൾ ഇംഗ്ലീഷ് പോലുള്ളതാണെങ്കിലും മലയാളം പോലുള്ള വലിയ മാറ്റമൊന്നും നമുക്കൊരു 3-4 വർഷത്തിനിടയിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ മറ്റടുത്ത് ഡൈനാമിക് ചോദ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരു കാരണവശാലും നമുക്കിത് അറ്റൻഡ് ചെയ്യാനോ മാർക്ക് സ്കോർ ചെയ്യാനോ പറ്റില്ല. അപ്പം നമ്മളെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെക്യൂർ ആകാൻ വേണ്ടി എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ മനസ്സിലാക്കുക. അവസാന നിമിഷം ചെയ്യേണ്ടത് ഈ സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ മിനിമം നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ടെന്ന് ഏകദേശമെങ്കിലും ധാരണയുള്ളത് ഈ ടോപ്പിക്ക് മാത്രമാണ്. സോ ഇതെങ്കിലും നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേതാണ് ആ ടോപ്പിക് എന്നുള്ളത്. 58 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഏകദേശം നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 58-ൽ ഒരു 50 വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക്. അത് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ 58 മാർക്കാണ്. ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്ക്? മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ 58 മാർക്കാണ്. ഇവിടെയാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഈ പറയുന്ന എക്സാം പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളതിലേക്ക് വരുന്നത്. ഇവിടുന്ന് ഒരു 58 മാർക്കിൽ നിന്ന് ഒരു 45-50 റേഞ്ചിലേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ കട്ട് ഓഫിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈസി ആയിട്ട് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്തിരിക്കും, ലിസ്റ്റിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു 58 മാർക്കിനെ മാക്സിമം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ടോപ്പിക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 58 മാർക്ക് റിവൈസ് ചെയ്യാൻ എടുക്കുന്നതിന്റെ ഇരട്ടി ടൈം വേണം ഹിസ്റ്ററി റിവൈസ് ചെയ്യാൻ. കാരണം കിടക്കുകയാണ്. തിരുവിതാംകൂർ ചരിത്രം തന്നെ വേണം 2 മാസം പഠിച്ചു തരാൻ. ഏതെങ്കിലും ടോപ്പിക് അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടം പോലെയാണ്. ജോഗ്രഫി, ബേസിക് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എന്നും പറഞ്ഞ് കിടക്കുകയാണ്. ഇതൊന്നും നമുക്ക് ഈവൻ ഒന്ന് റിവൈസ് ചെയ്യാൻ പോലും പറ്റില്ല. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വന്ന വേറൊരു ടോപ്പിക്ക്. നമ്മുടെ ഒന്നും ക്ലാസ്സുകളിൽ ഈ പറയുന്ന ടോപ്പിക്ക് നമ്മൾ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ട് പോലും ഇല്ല. ഒരു 10 മിനിറ്റേക്ക് ഒരു 3-4 ക്ലാസ്സുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് വേസ്റ്റ് ആണ്. ഈ 4 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പിള്ളേർ ഒരു മാസത്തെ ടൈം, അത്രയും വലിയ ടോപ്പിക്കാണ് ഈ ഒരു 4 മാർക്കിൽ. അതുപോലെ തന്നെ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ ഇനിയുള്ള അവസാന നിമിഷങ്ങളിൽ ഈ ഭാഗങ്ങളെ, ഈ ഒരു 42 മാർക്കിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. ആൾറെഡി നിങ്ങൾ റാങ്കിനേക്കൊക്കെ വേണ്ടി പഠിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എങ്ങനെങ്കിലും ഈ കട്ട് ഓഫ് കടന്ന് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങൾ ഈ 58 മാർക്കിൽ നന്നായി ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, ഈ 58-ൽ ഒരു 45-50 ഇടയിലുള്ള മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു 42 മാർക്ക് ഉണ്ടല്ലോ, ആ 42 മാർക്കിൽ നിന്ന് നമുക്കൊരു ബെയർ മിനിമം 15-20 മാർക്ക് എന്തായാലും അടിക്കാൻ പറ്റും. ഒരു 15 മുതൽ 20 മാർക്ക് വരെ. ബാക്കി എന്തായാലും പോകും. അല്ലെങ്കിൽ 15 മാർക്ക് കിട്ടിയാൽ പോലും നമ്മൾ കട്ട് ഓഫിൽ നിന്ന് നല്ലൊരു മാർക്ക് വേരിയേഷൻ വന്ന് നമ്മൾ ലിസ്റ്റിനകത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ 58 മാർക്ക് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങളുടെ തലയിലേക്ക് വന്നില്ലേ പോലും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ 58 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കുണ്ട്. മിനിമം 17 മാർക്ക് 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നിങ്ങളിപ്പോൾ ആൾറെഡി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഈ 10 ദിവസം 15 ദിവസം എടുത്താൽ പോലും നന്നായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്തായാലും ഇത്തവണ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മാർക്ക് സ്കോർ ചെയ്യാം. 18 മാർക്ക് വരെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ബി എസ് തെറ്റിക്കും. 18 ക്വസ്റ്റ്യൻ വരെ എന്തായാലും നിങ്ങൾക്ക്
സ്കോർ ചെയ്യാൻ പറ്റും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ചോദ്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ റിവൈസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അതിൻ്റെ ഒരു ഐഡിയ പഠിച്ചിട്ടാണ് പോകുന്നത് അല്ലേ. ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ കോർ കോൺസെപ്റ്റ് പഠിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിങ്ങൾ റിവിഷൻ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, MCQ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമല്ല, മോക്ക് ടെസ്റ്റുകൾ പരമാവധി ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഡെയിലി 3 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഫലപ്രദമാകും. എക്സാമിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. നല്ല ഒരു ക്വാളിറ്റി ഉള്ള 3 മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോവുക. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഈക്വൽസിന്റെ ഏറ്റവും പുതിയ മോക്ക് ടെസ്റ്റ് ഒരാഴ്ചയായിട്ടുള്ള റിലീസ് ആയിട്ടുള്ളത് ഏറ്റവും പുതിയ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 99 രൂപയുള്ളൂ, 25 എണ്ണം. അതല്ലാതെ 50 എണ്ണം ആൾറെഡി വേറെ മൊത്തത്തിൽ ഇപ്പോൾ 50 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് 50 എണ്ണം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും സെപ്പറേറ്റ് നമ്മൾ 500-600 അധികം ചോദ്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു PDF നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണോ കിട്ടുന്നത് അത് ഡെയിലി ഒരു 2-3 എണ്ണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ 30 മാർക്ക് ഉണ്ടല്ലോ, ഏത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 30 മാർക്ക് നല്ല പോലെ അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതൊന്നും കാര്യമായിട്ട് അവിടെ ഒന്നും ചേഞ്ച് വരില്ല. നിങ്ങൾ എത്ര നോക്കിക്കഴിഞ്ഞാലും പുതിയൊരു ടോപ്പിക്, ഇപ്പോൾ ജോമെട്രി പോലുള്ളതോ നമ്മുടെ കനരൂപങ്ങൾ പോലുള്ള ടോപ്പിക്കുകളോ പോളിനോമിയൽസ് പോലുള്ള ടോപ്പിക്കുകളോ ഒക്കെ 1-2 ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എക്സ്ട്രാ വരുന്നതല്ലാതെ ഡൈനാമിക് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ആ ഭാഗത്ത് നിന്ന് മാറൂല. അപ്പോൾ ആ ഒരു 58 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് 58 മാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് കുറച്ച് അധികം ദിവസമുണ്ട്. എത്ര ദിവസം കുറവാണെന്ന് പറഞ്ഞാലും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഈ ഒരു 5 ടോപ്പിക്കുകൾ, 5 ടോപ്പിക്കേ ഉള്ളൂ, 6 ടോപ്പിക്ക് സ്പെഷ്യൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത 6 ടോപ്പിക്ക് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഫോക്കസ് ചെയ്ത് ഈ പറയുന്ന ബാക്കി 42 മാർക്കിൽ ഏകദേശം ഒരു അവിയൽ പരുവത്തിൽ 50 to 60% നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരാനുള്ള ചാൻസ് അത്രയും കൂടുകയാണ്. സോ പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ധൈര്യമായിട്ട് പഠിച്ചോളൂ. ഇങ്ങനെ പഠിച്ചോളൂ, ഉറപ്പായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ വരും. അതിൽ യാതൊരു മാറ്റവും. ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് താഴെ വന്നിട്ട് എന്നെ തെറി വിളിക്കാവുന്നതാണ്. ഇത് പരീക്ഷിച്ച് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ജയിച്ച ആളുകളുണ്ട്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ 58 ടോപ്പിക്ക്, നിങ്ങൾ 58 മാർക്കിൻ്റെ ആ ടോപ്പിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ആൾറെഡി ഈ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒരുപാട് ടൈമൊന്നും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ കണക്ക് തന്നെ പ്രീവിയസ് ക്വസ്റ്റിനും ഈ പറയുന്ന MCQ മോക്ക് ടെസ്റ്റ് സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് തന്നെ അറ്റൻഡ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം നമുക്കറിയാം എവിടെ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സോ, ഇപ്പോൾ സുപ്രീം കോടതികൾ വരുന്നുണ്ട്, രാഷ്ട്രപതി പോലെയുള്ള കുറേ ടോപ്പിക്കുകൾ ഈ ഒരു വർഷത്തിനിടയിൽ PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നിന്ന് തന്നെ വീണ്ടും ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ ഒരു മാർഗം നിങ്ങൾ പരീക്ഷിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലോ താഴെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പറയുന്നു.